ഹായ് ഡിയേഴ്സ്, ഇനി നമുക്കൊരു സിമ്പിൾ രസം ഉണ്ടാക്കിയാലോ? നല്ല ചൂട് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സിമ്പിളായിട്ടൊരു രസം ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പീസ് ഇഞ്ചി ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊടികൾ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി. ആദ്യം പോലെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പില കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികളിട്ട് കൊടുക്കാം. ഈ പൊടികളും ഇതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് എണ്ണയിലിട്ട്. ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. നമ്മുടെ രസം തീ കൂട്ടി വെച്ച് വേവിക്കേണ്ട, തിളപ്പിക്കേണ്ട. തീ കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് മതിയോ എന്ന് നോക്കണം. നമ്മുടെ ഇഷ്ടത്തിനാണ് ഇതൊക്കെ ചേർക്കേണ്ടത്. പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മുടെ രസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടത്തോ ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. രസക്കൊതിയന്മാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി. വളരെ സിമ്പിളാണ്. അതുപോലെ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു രസം ഉണ്ടാക്കി കുടിച്ചാൽ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.